ഇന്ന് നമ്മൾ റാസ്ബെറി പൈ വെച്ചിട്ട് ഒരു റിയൽ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. ഒരു റാസ്ബെറി പൈ ഒരു DAB ഇലക്ട്രോണിക്സ് പ്രോജക്റ്റിൻ്റെ, അത് ഹോം ഓട്ടോമേഷൻ ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ബ്രെയിനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവന് പുറം ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അത് ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവൻ ഏതെങ്കിലും രീതിയിൽ ഔട്ടർ വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. സോ ഈ ട്യൂട്ടോറിയൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഒരു സിമ്പിൾ LED ഒരു റാസ്ബെറി പൈ വെച്ചിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെയിം ലോജിക് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഒരു റാസ്ബെറി പൈ റോബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ ഒരു ട്യൂട്ടോറിയൽ പറയുന്ന എല്ലാ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസ് ഇൻക്ലൂഡിങ് സർക്യൂട്ട് ഡയഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻസ്, PCB ഫയൽസ്, അതുപോലെ തന്നെ കോഡും ബാക്കി കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റിസോഴ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കേണ്ട. ഞങ്ങൾ കഴിയുന്ന പെട്ടെന്ന് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിന് വേണ്ടിയിട്ട് ഞാൻ റാസ്ബെറി പൈ 4 അല്ലെങ്കിൽ റാസ്ബെറി പൈ 2W ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള റാസ്ബെറി പൈ 3 ആണെങ്കിലും 4 ആണെങ്കിലും 5 ആണെങ്കിലും 0 ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ പറയുന്ന എല്ലാ കോഡ്സും കാര്യങ്ങളും എല്ലാ വേർഷൻ റാസ്ബെറി പൈയിലും കോമ്പാറ്റബിൾ ആയിരിക്കും. റാസ്ബെറി പൈ പൈക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കോമ്പാറ്റബിൾ ആണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റാസ്ബെറി പൈയിൽ ഒരു OS ഇൻസ്റ്റാൾ ചെയ്യണം. റാസ്ബെറി പൈക്ക് ബിഗിനേഴ്സിന് പറ്റിയ OS എന്ന് പറയുന്നത് റാസ്ബെറി പൈ OS എന്ന് പറയുന്ന ഒരു OS ആണ്. വളരെ സിമ്പിളാണ്, ഒരു സാധാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നമ്മുടെ റാസ്ബെറി പൈയുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന മൈക്രോ SD കാർഡാണ്. സോ ഇതിനകത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് OS സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ മൈക്രോ SD കാർഡിനകത്ത് ഒരു OS കോപ്പി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റാസ്ബെറി പൈക്കകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്ന് പവർ ചെയ്യുകയാണെങ്കിൽ ഒരു സാധാ ലിനക്സ് കമ്പ്യൂട്ടർ പോലെ നമുക്ക് ഓപ്പൺ ആയി വരും. സോ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് തിരിച്ച് ഇതിലേക്ക് വരിക. റാസ്ബെറി പൈയുടെ OS നമ്മൾ മൈക്രോ SD കാർഡിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റാസ്ബെറി പൈ ഇമേജർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ മൗസും കീബോർഡും മോണിറ്ററും ഇല്ലെങ്കിൽ ഹെഡ്ലെസ് ആക്സസിന് വേണ്ടിയിട്ട് കറക്റ്റ് ഹോസ്റ്റ് നെയിമും യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ വൈഫൈയുടെ SSIDയും പാസ്വേഡും പറഞ്ഞു കൊടുക്കണം. സോ മൈക്രോ SD കാർഡിൽ ഇമേജ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ റാസ്ബെറി പൈയുടെ മൈക്രോ SD കാർഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു മൈക്രോ USB കേബിൾ വെച്ചിട്ട് ഇവനെ പവർ ഓൺ ചെയ്യാം. റൈറ്റ്. സോ ഇപ്പോൾ നമ്മുടെ റാസ്ബെറി പൈ ബൂട്ടായി വരും. സോ ഈ ഓൺ ആയിരിക്കുന്ന റാസ്ബെറി പൈ നമുക്ക് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഒന്നേ നമുക്കൊരു കീബോർഡും മൗസും മോണിറ്ററും കണക്ട് ചെയ്തിട്ട് ഒരു സാധാ കമ്പ്യൂട്ടർ പോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ ഹെഡ്ലെസ് ആക്സസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഹോസ്റ്റ് നെയിമും യൂസർ നെയിമും അതുപോലെ തന്നെ വൈഫൈ SSID പാസ്വേഡും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺ ആയി വരുന്ന സമയത്ത് വൈഫൈയിൽ കണക്ട് ആയിട്ട് അതിനൊരു IP അഡ്രസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ വഴി SSH വെച്ചിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ SSH വെച്ചിട്ടായിരിക്കും ഇതിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് GPIO പിൻസ് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. നമ്മുടെ റാസ്ബെറി പൈക്കകത്ത് 40 GPIO പിൻസ് ഉണ്ട്. ഈ GPIO പിൻസ് വെച്ചിട്ടാണ് ഈ റാസ്ബെറി പൈ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഒരു സെൻസർ പോലുള്ള ഇൻപുട്ട് ഡിവൈസ് ഉണ്ടെങ്കിൽ ആ സെൻസറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ GPIO പിന്നിൽ കണക്ട് ചെയ്യുന്നു. ഈ GPIO പിന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റാസ്ബെറി പൈ വെച്ചിട്ട് സെൻസർ റീഡിങ്സ് അക്വയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസ് LED പോലുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ GPIO പിന്നിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ GPIO പിൻ വെച്ച് റാസ്ബെറി പൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു LED കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ റാസ്ബെറി പൈയുടെ GPIO പിന്നിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 വോൾട്ട് ആണ്, 5 വോൾട്ട് അല്ല. ഒരു LED റെസിസ്റ്ററും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, നമുക്കിവിടെ ഒരു LED ഉണ്ട്. ഈ ഒരു LED ഞാൻ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ആ LEDയുടെ ആനോഡ് ഞാൻ ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ LEDയുടെ കാഥോഡ് നമ്മുടെ റാസ്ബെറി പൈയുടെ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇനി റെസിസ്റ്ററിൻ്റെ മറ്റേ ടെർമിനൽ ഞാൻ പിൻ 18ൽ കണക്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിൻ നമ്പർ 18ൽ റാസ്ബെറി പൈയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഒരു വോൾട്ടേജ് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് റാസ്ബെറി പൈയുടെ ടെർമിനലിൽ പൈത്തൺ എന്ന് റൺ ചെയ്യുക. അപ്പോൾ പൈത്തൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് ഷെല്ല് വരും. ഇനി ഇവിടെ നമുക്ക് പൈത്തൺ കമാൻഡ്സ് റൺ ചെയ്യാം. ആദ്യം നമ്മൾ GPIO 0 എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്നും LED എന്ന് പറയുന്ന മോഡ്യൂൾ ലോഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ LED പിൻ നമ്പർ 18ൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു LED അതായത് പിൻ നമ്പർ 18 ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് LED.on എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാം. ഓക്കെ,
LED ഓൺ ആയി. ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് LED.off എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാം. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ LED.on എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്ന സമയത്ത് പിൻ നമ്പർ 18, അതായത് LED അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിൻ നമ്പർ 18-ൽ 3.3 വോൾട്ട് ആവുന്നു. അത് നമ്മുടെ റെസിസ്റ്റർ വഴി LED-യിലെത്തുന്നു. അങ്ങനെ LED കത്തുന്നു. പിന്നെ നമ്മൾ LED.off എന്ന് പറയുന്ന സമയത്ത് പിൻ നമ്പർ 18-ൽ 0 വോൾട്ട് ആവുന്നു, ഗ്രൗണ്ട് ആവുന്നു. അങ്ങനെ LED ഓഫ് ആവുന്നു. പക്ഷേ റിയൽ ലൈഫ് പ്രോജക്റ്റുകളിൽ നമ്മളിങ്ങനെ ഒന്നൊന്നായിട്ട് കമാൻഡ് കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാതെ ഒരു സ്ക്രിപ്റ്റ് എഴുതി പല കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ റൺ ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി സർക്യൂട്ട്സും PCBസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട് തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ നമ്മുടെ ഓർഡിനോ, റാസ്ബെറി പൈ, അതുപോലെ തന്നെ റോബോട്ടിക്സ് ഹോം ഓട്ടോമേഷൻ പ്രോജക്ട്സ് ഒക്കെ കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആൽറ്റിയം PCB ഡിസൈനർ. 6 വർഷമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, വളരെ നല്ല ടൂളാണ്. നിങ്ങൾക്ക് DIY ഇലക്ട്രോണിക്സ് പ്രോജക്ട്സിനാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള PCBസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് സർക്യൂട്ട് വരയ്ക്കാനും PCBs ഡിസൈൻ ചെയ്യാനും ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കമ്പോണൻസ് കണ്ടുപിടിക്കാനും പുതിയ കമ്പോണൻസ് ആഡ് ചെയ്യാനും പല കസ്റ്റം ഷേപ്പിലുള്ള PCBs ഉണ്ടാക്കാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഒരു PCB ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും എന്ന് ഒരു 3D വ്യൂ പോലും നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് കിട്ടും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ ട്രയൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ LED.py എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കാണുന്നത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോഡാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ GPIO 0 എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്നും LED മൊഡ്യൂൾ ലോഡ് ചെയ്യുന്നു. അതുപോലെ ടൈം എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്നും സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ലോഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ LED എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ പിൻ നമ്പർ 18-ലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. ഇനി ഇവിടെ വൈൽ ട്രൂ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കണ്ടില്ലേ, ഇത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. നമ്മൾ റോബോട്ടിക്സിൽ സാധാരണ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്, ഓർഡിനോയുടെ വോയിഡ് ലൂപ്പ് പോലെ. ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യം LED ഓൺ ചെയ്യുകയാണ്, അതായത് പിൻ നമ്പർ 18 ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളത് 1 സെക്കൻഡ് അങ്ങനെ കീപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ LED ഓഫ് ചെയ്യുന്നു, പിന്നെയും 1 സെക്കൻഡ് അങ്ങനെ കീപ്പ് ചെയ്യുന്നു. ഇത് ലൂപ്പായിട്ട് റൺ ആയിക്കൊണ്ടിരിക്കും, ഇൻഫിനിറ്റ് ടൈംസ് റൺ ആയിക്കൊണ്ടിരിക്കും. അതാണ് വോയിഡ് ലൂപ്പ്. ഇനി നമുക്ക് പൈത്തൺ LED.py യൂസ് ചെയ്ത് റൺ ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റിൽ പറഞ്ഞു കൊടുത്ത ഓരോ കമാൻഡ്സും സീക്വൻഷ്യലായിട്ട് റൺ ആയിക്കൊണ്ട് ഇരിക്കും. ഈ പ്രോഗ്രാം നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത് വരെ ഇൻഫിനിറ്റ് ടൈംസ് അത് റൺ ആവും. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകാം. നമുക്ക് വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ചുകൂടെ ഫങ്ഷണാലിറ്റീസ് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. നമ്മളിവിടെ പൾസ് വിഡ്ത്ത് മോഡുലേഷനും കൂടെ യൂസ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് 4 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ബ്ലിങ്ക് ഫാസ്റ്റ്, ബ്ലിങ്ക് സ്ലോ, അതുപോലെ തന്നെ ഫെയ്ഡ് എഫക്റ്റ്, അതുപോലെ തന്നെ റാൻഡം ബ്ലിങ്ക് എന്ന് പറയുന്നത്. ഇത് ഓരോ പാറ്റേൺ നമ്മുടെ LED കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻഫിനിറ്റ് ലൂപ്പ് വൈൽ ട്രൂവിനകത്ത് നമ്മൾ ഓരോ ഫംഗ്ഷനെയും കോൾ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ബ്ലിങ്ക് ഫാസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് 1 സെക്കൻഡ് സ്ലീപ്പ് ചെയ്യും. പിന്നെ ബ്ലിങ്ക് സ്ലോ കോൾ ചെയ്തിട്ട് 1 സെക്കൻഡ് സ്ലീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫെയ്ഡ് എഫക്റ്റ് കോൾ ചെയ്തിട്ട് പിന്നെയും 1 സെക്കൻഡ് സ്ലീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റാൻഡം ബ്ലിങ്ക് കോൾ ചെയ്തിട്ട് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ കോഡ്. ഇനി നമുക്ക് ഇവനൊന്ന് റൺ ചെയ്ത് നോക്കാം, എങ്ങനെയിരിക്കും എന്ന് നോക്കാം. നേരത്തെ ചെയ്തപോലെ തന്നെ പൈത്തൺ LEDFX.py എന്ന് പറഞ്ഞിട്ട് എൻ്റർ അടിക്കുക. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യം ഫാസ്റ്റ് ബ്ലിങ്ക് ആണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫംഗ്ഷൻ മൊത്തം റണ്ണായിട്ട് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സ്ലോ ബ്ലിങ്ക് ഇപ്പോൾ റൺ ആവുന്നുണ്ട്. ഇതിൻ്റെ സ്ലീപ്പ് ഇൻ്റർവൽ നേരത്തേക്കാളും കുറച്ചുകൂടി കൂടുതലായതുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ ആ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെയ്ഡ് എഫക്റ്റ് ആണ്. ഈ ഫെയ്ഡ് എഫക്റ്റ് വർക്ക് ആവുന്നത് പൾസ് വിത്ത് മോഡുലേറ്റഡ് സിഗ്നൽസ് എന്ന് പറയുന്ന ഒരു തരം സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത പ്രോജക്റ്റിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ റാൻഡം ബ്ലിങ്ക് എന്ന് പറയുന്ന റാൻഡമായിട്ട് LED ബ്ലിങ്ക് ആവും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ശരിക്കുമുള്ള പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. റാസ്ബെറി പൈ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ റാസ്ബെറി പൈ വെച്ചിട്ട് ഇതിൻ്റെ മോട്ടോഴ്സ് കൺട്രോൾ ചെയ്ത് നമ്മൾ റോബോട്ടിനെ ഡ്രൈവ് ചെയ്യും. അതുകൂടാതെ നമ്മൾ റാസ്ബെറി പൈ വെച്ചിട്ട് ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും ബാക്കി കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അതിലേക്ക് പോവാം.